മൂലമറ്റത്തുനിന്ന് 12 ഹെയർപിൻ വളവുകൾ കഴിഞ്ഞ് കടന്ന് നമുക്ക് നാടുകാണി എന്ന് പറയുന്ന സ്ഥലത്തെത്താം. നാടുകാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലവും അവിടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റും ഉണ്ട്. ഇപ്പം നമ്മൾ ചെറുതോണി കുളമാവ് റൂട്ടിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂര്യോദയവും അസ്തമയവും കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റാണ്. മിക്കവരും പോയിട്ടുള്ളതാവും. KSRTC ബസ്സിൽ കുറഞ്ഞ ചിലവിൽ നമുക്കവിടെ എത്താം. ഓൺ ദ വേയിൽ വളരെ പ്രശസ്തമായ നമ്മുടെ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പ്രസിദ്ധമായ കിണറാണ് ഇത്. കുരുതിക്കുളം 5-ാം ഹെയർപിൻ വളവിലാണ് ഇത് കാണുന്നത്. ഇത് പുളിക്കൽ ഫാമിലിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതായിരുന്നു. ഈ റൂട്ടിലെ റോഡ് നിർമ്മാണം വന്നപ്പോൾ പുളിക്കൽ കുടുംബം ഏകദേശം 5 ഏക്കറോളം സ്ഥലം വിട്ടുകൊടുക്കുകയും കിണർ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം ഈ പ്രദേശത്ത് അന്ന് വെള്ളത്തിന് ഭയങ്കരമായ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അത് നിലനിർത്തുകയായിരുന്നു ചെയ്തത്. പിന്നീട് ചെറുതോണിയിലൊക്കെ ഡാം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകളുടെ കിണറുകളിൽ വെള്ളം ആവശ്യത്തിന് ലഭ്യമാവുകയും ഈ കിണർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആവുകയും ചെയ്തു. ഒരു നിലയിൽ കണ്ടപ്പോൾ പുളിക്കൽ ചാക്കോയുടെ മകൻ ബേബി എന്ന ആളാണ് വീണ്ടും അത് പുനർനിർമ്മാണം ചെയ്ത് അത് വലയിട്ട് സൂക്ഷിക്കുന്നത്. ഇതാണ് നമ്മളെ നാടുകാണി പവലിയനിലേക്കുള്ള എൻട്രൻസ്. നമുക്കൊരു ചെറിയ ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് KSEB അധീനതയിൽ വരുന്നതാണ് ഈ പ്രദേശം. ചെറിയൊരു ഫീസാണ്. ഏറ്റവും നല്ലത് സൂര്യാസ്തമനവും സൂര്യ ഉദയവും കാണാനാണ് ഇവിടെ. കൂടാതെ നല്ലൊരു തണുത്ത കാലാവസ്ഥയും. ഇപ്പോൾ നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനമൊക്കെ വന്നതിൽ പിന്നെ പഴയ പോലെ തണുപ്പ് എല്ലാ സ്ഥലത്തൊന്നും അനുഭവപ്പെടുന്നില്ല. എങ്കിലും നമുക്ക് ഈ റൂട്ടിൽ പോകുമ്പോൾ ഒന്ന് കയറി കാണാൻ പറ്റുന്ന നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. 2 തട്ടുകളിലായിട്ടാണ് ഇവിടെ വ്യൂ കാണാനായിട്ടുള്ള സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നല്ലൊരു കാർമേഘത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ക്ലാരിറ്റിയിൽ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. മൂലമറ്റം ടൗൺ, കോളേജ്, അതുപോലെ പവർ ഹൗസ് എന്നിവയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. സൂര്യഭഗവാൻ കാർമേഘങ്ങൾക്ക് ഇടയിൽ ഒളിച്ചു കളിക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങി കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു 10 മിനിറ്റ് ഇവിടെ സൂര്യൻ്റെ ഒരു ദർശനം കാണാനായിട്ട് സാധിച്ചത്. നമ്മുടെ ക്യാമറയിൽ അത് പകർത്താനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചില്ല. എന്നാൽ എപ്പോഴും ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു മനോഹര സ്ഥലത്തുകൂടി ഒന്ന് കയറി ഇറങ്ങി പോവുക. താഴെയെല്ലാം വളരെയധികം വിവിധ തരത്തിലുള്ള പലതരം മരങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇത് പല സീസണിൽ ഈ സ്ഥലത്തിന് പല വ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല മഴയുള്ള സമയത്താണെങ്കിൽ വേറൊരു വ്യൂ ആയിരിക്കും. അവധി ദിവസങ്ങളിൽ ധാരാളം സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ റൂട്ട് പൊതുവെ ബൈക്ക് റൈഡേഴ്സായിട്ടുള്ള യുവാക്കളുടെ ഹരമായിട്ടുള്ള ഒരു റൂട്ട് കൂടിയാണ്. കുട്ടികൾക്കായിട്ട് ചെറിയൊരു പ്ലേ ഏരിയയും ഇവിടെയുണ്ട്.